Welcome to Fatness First. Happiness is homemade. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല നെയ്പത്തിരി തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നെയ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പൊന്നി റൈസാണ് എടുത്തിരിക്കുന്നത്. സാധാരണ പുഴുങ്ങൽ അരിയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. പച്ചരി സാധാരണ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി കവർ ചെയ്യുന്ന തരത്തിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു 5-6 മണിക്കൂർ നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കണം. തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പൂണ് വെച്ചൊന്ന് അരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അരിയൊക്കെ വെള്ളത്തിൽ നിന്ന് മാറ്റി അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, അത് നമ്മൾ ഏത് കപ്പിലാണോ പൊന്നി റൈസ് എടുക്കുന്നത് അതിൻ്റെ ഒരു 1/2 കപ്പ് വേണ്ട, അതിലും കുറച്ച് കുറവ് തേങ്ങയും, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി അതും, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ഈ അരിയിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ പിന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒരു തരിതരിപ്പോട് കൂടി തന്നെ നമുക്ക് അരച്ചെടുക്കാം. മാക്സിമം വെള്ളം ഒഴിക്കാതെ നമുക്ക് ഇത് അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം 1-2 ടീസ്പൂൺ വെള്ളം നമുക്ക് മുഴുവൻ അരി അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അരച്ചെടുക്കാൻ കഴിയും. ഇനി ഇതിലേക്ക് മുഴുവൻ അരി അരച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നതിന് ശേഷം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കൂട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അരക്കുന്നത് കൊണ്ട് കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പത്തിരിപ്പൊടി ചേർത്തിട്ട്, സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പത്തിരിപ്പൊടി ചേർത്തിട്ട് കൂട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കണം. പാകത്തിന് പത്തിരിപ്പൊടി ചേർത്തിട്ട് കൂടുതൽ ടൈറ്റായി പോവാതെ ശ്രദ്ധിക്കണം. നമുക്ക് ആ ഒരു നെയ്പത്തൽ ഉണ്ടാക്കാൻ പാകത്തിന് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു ടെക്സ്ചറായിരിക്കണം ഈ കൂട്ടിനുണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ ഇത് കറക്റ്റ് ഒരു പാകത്തിന് നമുക്ക് കൂട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് നമുക്ക് പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഈ ഒരു പാകത്തിന് പത്തിരിപ്പൊടി ചേർത്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കണം. ഇനി നെയ്പത്തൽ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെക്കാം. എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് നെയ്പത്തൽ പരത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് നെയ്പത്തലൊന്ന് പരത്തിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഫോയിലിൽ കുറച്ച് എണ്ണ തടവി ഒരു ഉരുള എടുത്ത് നമുക്ക് ഉള്ളം കൈ വെച്ചിട്ട് ഈ ഒരു ഉരുള പരത്തിയെടുക്കണം. ഇപ്പം കൈവച്ച് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് വേറൊരു ഫോയിൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു പരന്ന പ്ലേറ്റോ മറ്റോ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. എണ്ണ നല്ലവണ്ണം ചൂടായിട്ട് വരുമ്പോൾ മാത്രമാണ് നമുക്ക് പരത്തി വെച്ച പത്തൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കുറച്ച് ടൈം എടുത്തതിന് ശേഷമാണ് പത്തൽ പാകത്തിന് പൊന്തി വരുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശേഷം നമുക്ക് പൂരി ചുട്ടെടുക്കുന്ന മാതിരി ഒരു വശം ആയതിന് ശേഷം മറുവശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. പത്തൽ പൊന്തി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഉള്ളു വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മീഡിയത്തിലേക്ക് ഫ്ലെയിം ഒന്ന് മാറ്റി കൊടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ശേഷം നമുക്ക് ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും പരത്തി നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് ചുട്ടെടുക്കാം.
അപ്പോൾ ബാക്കിയുള്ള എല്ലാ നെയ്പ്പത്തലും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള നെയ്പ്പത്തലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.